Watch full episodes on Jio Hotstar. വാസുദാസു, ഞാൻ സ്കൂളിനകത്ത് എത്തിക്കഴിഞ്ഞു. പറ, എങ്ങോട്ടാ ഞാൻ പോണ്ടേ? സീറോ, അകത്തേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോ, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. അവിടെയാണ് പ്രിൻസിപ്പാളിന്റെ ഓഫീസ്. ഓഫീസിനകത്താണ് ലോക്കർ എന്നറിയാലോ. അവിടെയുള്ള ലോക്കറിനകത്താണ് സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ഉള്ളത്. ഇതെന്താ, സ്കൂളോ അതോ പഴയ നാലുകെട്ടില്ലോ? അയ്യോ പ്രിൻസിപ്പൽ സാർ, ഇനിയിപ്പോ എന്നാ ചെയ്യാ? ഗുഡ് മോർണിംഗ് സാർ. നീ എന്താ കരുതിയത്? എന്റെ കണ്ണു വെട്ടിച്ച് എസ്കേപ്പ് ആവാമെന്ന് കരുതിയോ? ഞാൻ നിന്നെ പിടികൂടില്ലെന്ന് കരുതിയോ? നിന്റെ ഷർട്ട് ഇൻ ചെയ്യേ. എന്റെ പേര് സീറോ എന്നാണെങ്കിലും ഞാനൊരു ഹീറോ ആണെന്ന് ഓർത്തോ. പ്രോപ്പർട്ടി പേപ്പേഴ്സ് എടുക്കാനാ നിന്നെ അങ്ങോട്ട് അയച്ചത്, അല്ലാതെ അറ്റൻഷൻ ആയി നിന്ന് പ്രിൻസിപ്പാളിന് ഗുഡ് മോർണിംഗ് പറയാനല്ല. എനിക്കറിയാം, പറയണ്ട. ലോക്കർ കിട്ടിപ്പോയി. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട 19, എന്റെ കൊച്ചുനാൾ തൊട്ട് അത് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും പറക്കാൻ അനുവദിക്കില്ല. ആരെങ്കിലും നിന്നെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നെ പറക്കാൻ സമ്മതിക്കില്ല. പ്രോപ്പർട്ടി പേപ്പേഴ്സിന്റെ ഫയൽ കിട്ടിപ്പോയി. എന്റെ പേര് സീറോ, പക്ഷെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഹീറോ. സ്കൂൾ മൊത്തം ഒരു റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ആദ്യം പപ്പി കയറി വന്നു, ഇപ്പൊ ദേ ഈ പ്രിൻസിപ്പാള്. ഒന്ന് സമാധാനമായിട്ട് ഒരു വസ്തു മോഷ്ടിക്കാൻ പോലും സമ്മതിക്കില്ലേ ഉമ്മാര്. ഇനി ചൂടായ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താ പറ്റിയത് സാർ? ഈ ലോക്കറിൽ നിന്നും സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പർ ആരോ അടിച്ചു മാറ്റിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഈ സ്കൂളിനകത്ത് ആരോ കള്ളം കയറിയിരിക്കുന്നു. നീ എന്താടാ ഉറങ്ങുകയായിരുന്നോ? അല്ല സാർ, ഉണർന്നിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ പതൻമതിയോട് ചേർന്ന് പറക്കുകയായിരുന്നു സാർ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ കാറ്റാടിയാണ്. നീയും അതിനെ പറക്കാൻ സമ്മതിക്കില്ല, മറ്റുള്ളവരെ കൊണ്ടും അതിനെ പറപ്പിക്കാൻ സമ്മതിക്കില്ല. കാറ്റാടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കള്ളൻ ഇവിടെ കേറില്ല. എന്റെ പതൻമതി എന്റെ കൊച്ചുകാലത്തെ തോഴിയാണെന്ന്. വേഗം ചെന്ന് എല്ലാ ഗേറ്റുകളും ക്ലോസ് ചെയ്യേ. കള്ളൻ ഒരുപാട് ദൂരത്തേക്കെങ്ങും പോയി കാണില്ല. ഞാൻ ഇപ്പോ തന്നെ പോലീസിനെ ഫോൺ ചെയ്തേക്കാം. ഇൻസ്പെക്ടർ ഡാണ്ടിയെ ലൈനിൽ കിട്ടുന്നില്ലല്ലോ. വേഗം എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിൽ പോകണം. പപ്പി ഈ സ്കൂളിന്റെ ഗേറ്റ് എല്ലാം അടച്ചു മൂടി കെട്ടിപ്പൂട്ടുന്നതിന് മുമ്പ് എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്കൂട്ടായേ പറ്റൂ. മാധവ, ഈ പ്രാവശ്യം നമ്മൾ ഗോപാലന്റെ പട്ടം കട്ട് ചെയ്യണം, മനസ്സിലായല്ലോ? കുറെ നേരമായിട്ട് അവൻ ആ പട്ടം കൊണ്ട് അഭ്യാസം കാണിച്ചോണ്ടിരിക്കുക. ഇന്ന് ലക്കി നമ്മുടെ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് ലക്ക് നമ്മുടെ കൂടെ ഇല്ലാത്തത്. മാധവ്, നേർവഴിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്ട് കട്ടിലുള്ള കാര്യം ചെയ്തു തീർക്കാൻ നമ്മൾ പഠിക്കണം. ആ ലക്ഷ്മണനെ ഞാനിപ്പോ എങ്ങനെ സൈഡിൽ കൊണ്ടുവരാന്ന് നോക്ക്. ഗോപു, മാധവന്റെ ആ പട്ടം നീ കട്ട് ചെയ്തേക്ക്. ഗോപു, ലക്ഷ്മണൻ ചെല്ല്. ഷൂ 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 ചെല്ല്. ഷൂ ഷൂ ഷൂ. ഗോപു, എനിക്കിപ്പോ അർജന്റായിട്ട് റെസ്റ്റ് റൂം പോകണം. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തേ. ഞാനിതാ ഇപ്പൊ പോയി ഇപ്പൊ തന്നെ വരാം. ചേടാ, ഈ മാഞ്ച എവിടെ പോയി കുടുങ്ങി കിടക്കുക? വലിച്ചു പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ ലക്ഷ്മണ, നൂല് വിട്ടിട്ടാ. ഗോപാലിന്റെ പട്ടം നമ്മള് പൊട്ടിച്ച് കളഞ്ഞു. അപ്പൊ ഇതെല്ലാം മാധവന്റെ പണിയായിരുന്നല്ലേ? ചീറ്റേഴ്സ്, അതെന്റെ പട്ടമാണ്. അതെങ്ങനെയെങ്കിലും ഞാൻ കയ്യിലെടുക്കും. കട്ട് ചെയ്തത് ഞാനല്ലടാ, അതുകൊണ്ട് ആ പട്ടം ഞാൻ തന്നെ എടുക്കൂടാ.
ഈ പപ്പി സ്കൂളിന്റെ എല്ലാ ഗേറ്റും അടച്ചു പൂട്ടി കളഞ്ഞല്ലോ. ഇനിയിപ്പോ എങ്ങനെ പുറത്തു പോകും? പെട്ടുപോയ അവസ്ഥയായല്ലോ. എന്റെ പട്ടം എവിടെ പോയി? ഈ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സുമായിട്ട് ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ പ്രോപ്പർട്ടി പേപ്പേഴ്സ് പട്ടത്തിൽ ഇങ്ങനെ കെട്ടിവെച്ച് പുറത്തേക്ക് പറത്തിക്കളയാൻ പറ്റുമല്ലോ എനിക്ക്. എന്റെ പേര് സീറോ എന്നാണ്, പക്ഷെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഹീറോ ആണ്. എനിക്കിതാ പട്ടം കിട്ടി. മാധവ, അത് എന്റെ പട്ടമാണ്. നിന്റെ പട്ടം ആയിരുന്നു, പക്ഷെ ഇത് കട്ട് ചെയ്ത് ഞാനാ. ഇതിപ്പോ എന്റേതായി മാറിയടാ. അഥവാ നിനക്കിത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ തിരിച്ചെടുക്കടാ. എന്നാ ശരി, നിന്റെ ചാലഞ്ച് അക്സെപ്റ്റഡ്. വാസു ദാസു, ഞാൻ ഈ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ഒരു ചുവന്ന പട്ടത്തിൽ കെട്ടി പുറത്തേക്ക് അയക്കുന്നുണ്ട്. നീ പുറത്തു നിന്ന് ഒരു പട്ടം പറത്തണം, എന്നിട്ട് അതുകൊണ്ട് ഈ പട്ടം കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താല് ആ പ്രോപ്പർട്ടി പേപ്പേഴ്സ് നിന്റെ കയ്യിൽ എത്തിച്ചേരുന്നതാണ്. എന്റെ പേര് സീറോ എന്നാ, പക്ഷെ ജോലി ചെയ്യുന്ന കാര്യത്തില് ഞാൻ ഹീറോ ആണ്. ചുവപ്പ്, മഞ്ഞ, പച്ച, ഞാൻ ഇവിടെ പ്രോപ്പർട്ടി പേപ്പേഴ്സിനായിട്ടാ വന്നത്, അല്ലാതെ പട്ടം പറത്താനല്ല. ഗോപു, നമ്മൾ മാധവന്റെ പട്ടം എങ്ങനെ കട്ട് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇപ്പൊ പറത്താൻ പട്ടമൊന്നും ഇല്ലല്ലോ. കാറ്റാടി കിട്ടിപ്പോയി. യെസ്. പതൻമതി, എന്റെ പ്രിയപ്പെട്ട പതൻമതി, ദേ ഇപ്പോ എങ്ങോട്ടാണ് പോയത്? ചുവന്ന പട്ടത്തിന് കട്ട് ചെയ്യാനാണ് ഈ കറുത്ത പട്ടം വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് തീർച്ചയായും ആ വാസുദാസ് പറത്തുന്ന പട്ടമായിരിക്കും. പറത്ത് നന്നായിട്ട് പറത്തിയത് പൊട്ടിക്ക്. അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? പൊട്ടിക്കണോ? കറുത്ത കാറ്റാടിയുമായിട്ട് ആരാണ് ഈ ഗ്രൗണ്ടിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്? അത് അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. കട്ട് ചെയ്ത് എറിയണം. ആ ചുമന്ന കാറ്റാടി ഞാനല്ലാതെ വേറെ ആർക്കും കട്ട് ചെയ്യാനാവില്ല. ഇപ്പൊ കാണിച്ചുതരാം. പോടാ അവിടുന്ന്. എന്റെ പട്ടം ആരോ പൊട്ടിച്ചു കളഞ്ഞല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും ദൈവമേ? സ്കൂളിൽ പോയ സമയത്ത് വല്ല പട്ടം പറത്താനും പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ അധോഗതി എനിക്ക് വരുമായിരുന്നോ? ഈ വാസുദാസുവിന് 10 പൈസക്ക് കൊള്ളില്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ രംഗത്തിറങ്ങിയ മതിയാവും. പേര് സീറോ എന്നാണ്, പക്ഷെ ജോലിയുടെ കാര്യത്തിൽ ഹീറോ ആണ്. നീ എത്ര ട്രൈ ചെയ്താലും ശരി, നിനക്ക് എന്റെ പട്ടത്തെ തോൽപ്പിക്കാൻ പറ്റില്ലടാ. നിന്റെ ഓവർ കോൺഫിഡൻസ് ഒക്കെ ഞാനിപ്പോ തീർത്തു തരാടാ ചള്ളിച്ചക്ക. നിന്റെ പട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഏയ്, ആരാണ് നീ? എന്റെ പട്ടം എനിക്ക് തിരിച്ചു താടാ. എന്റെ പട്ടം എനിക്ക് തിരിച്ചു തരാനാ പറഞ്ഞത്. എന്റെ പതങ് മതി, എനിക്കത് തിരിച്ചു തന്നേക്ക്. എന്റെ ബാബ, പതങ് മതി എന്റെ അടുത്തേക്ക് വരികയാണല്ലോ. വരൂ, നിക്കടാ അവിടെ. സീറോ ആ പ്രോപ്പർട്ടി പേപ്പേഴ്സുമായി വന്നെന്നാ തോന്നുന്നത്. പക്ഷെ എല്ലാരും അവന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. അവനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിച്ച മതിയാവും. എന്റെ പതങ് മതി എനിക്ക് തിരിച്ചു തന്നേക്ക്. ആരാടാ പതങ് പതി? നീ അവളെ തന്നെയാണ് പിടിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്റെ പതങ് പതിയാ, അതായത് എന്റെ പട്ടമാണെന്ന് അർത്ഥം. എന്റെ പ്രിയപ്പെട്ട പതങ് മതി എന്റെ അടുത്ത് വന്നേക്ക്. ചേടാ, താനിതെങ്ങോട്ടാ പോകുന്നത്? വന്ന് നിൽക്ക. എന്റെ പതങ് മതി എനിക്ക് തിരിച്ചു തന്നേക്ക്. ആരാടാ നിന്റെ ഈ പതങ്ക്വാദി? അത് തന്നെയാണ് നിന്റെ ഹാൻഡിലിൽ കുടുങ്ങി കിടക്കുന്നത്. ഇടാ ചക്ക, എന്റെ പട്ടം എനിക്ക് തിരിച്ചു താടാ. ആ പട്ടം എന്റേതാണ്, നിന്റേതല്ല. എന്റെ പതങ് മതി എനിക്ക് തിരിച്ചു തന്നേക്ക്. എനിക്ക് എന്റെ പട്ടം തിരിച്ചു താ. പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് മൊത്തം മാനുവലിനകത്ത് പോവാണല്ലോ. ഇത് ഏതവരാണത്? ഇതാരാണ് ഈ റൂട്ടുമിൽ നിന്നിട്ട് പട്ടം പറത്തി കളിക്കണേ? ആരത്? ഇത് വെറും കാറ്റാടിയല്ല, കാറ്റാടിയുടെ കൂടെ വേറെ ചില പേപ്പേഴ്സും ഉണ്ട്. ചേടാ, ഇതെന്താ എന്റെ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ്? ഈ കാറ്റാടിയുടെ കൂടെ ആരാ കെട്ടിവെച്ചത്? സർ, അതെന്റെ പട്ടമാണ്. ബോയ്സ്, നിങ്ങളുടെ കാറ്റാടിയോ? പക്ഷെ ഈ കാറ്റാടിയിൽ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് എങ്ങനെയാണ് വന്നത്? ആര് വെച്ചു? സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സോ? അയ്യോ, പണി പാളിയെന്നാ തോന്നുന്നേ. എന്റെ പേര് പോലെ തന്നെ സീറോ ആയി പോയല്ലോ എല്ലാം. ഇവിടുന്ന് സ്കൂട്ടാവോ എത്രയും പെട്ടെന്ന്. അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയാ തീർന്ന്. പേര് സീറോ എന്നാണ്, പക്ഷെ
അങ്ങനെ അവസാനം എന്റെ പതങ്മതി എനിക്ക് തിരിച്ചു കിട്ടേ. ഈ കെടിയോളി ഇത് എവിടെ വന്നേ? സാറേ ഇവനാണ് ഞങ്ങളുടെ പട്ടം അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയത്. ഇവരെ വെറുതെ വിടരുത് സാർ, ഇവരാണ്. ശ്ശെടാ, അത് ശരി. അപ്പൊ ഇപ്രാവശ്യം വാസും ദാസും തന്റെ ഒപ്പം സീറോയിനെയും ടീം മെമ്പേഴ്സ് ആക്കിയിരിക്കുകയാണല്ലേ? കൊള്ളാം, നല്ല കളി. പക്ഷെ എന്റെ ഇന്റലിജന്റ് സ്റ്റുഡൻസ് അവരവന്റെ പ്ലാൻ ഫ്ലോപ്പ് ആക്കിയിരിക്കുകയാണ്. പട്ടം പറത്തി തീർന്നെങ്കിലേ മാമൻ നിങ്ങൾക്ക് വേറെ സ്ഥലം കാണിച്ചു തരാം. വായോ, ജയിലിനകത്ത് പട്ടം പറത്തി കളിക്കാൻ നല്ല രസാണ്. നിനക്കറിയില്ലേ? കേരള ജീപ്പില് കൊള്ളാം. വീണ്ടും നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ സ്കൂൾ പേപ്പേഴ്സ് തെറ്റായ കൈകളിൽ എത്താൻ സമ്മതിച്ചില്ല. വളരെ നന്നായിരിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ഈ പട്ടം പറത്തി കളിക്കാം. പോടാ പോടാ, ആ പട്ടം എന്റേതാ. എന്റെ പട്ടം കാരണമാണ് ആ കള്ളൻ കുടുങ്ങിയത്. നിന്റെ പട്ടം ഞാനാണ് പറത്തിക്കൊണ്ടിരുന്നത്. ഞാൻ കാരണമാണ് കള്ളം പിടിയിലായത്. അതുകൊണ്ട് ആ പട്ടം ഇപ്പൊ എന്റേതാണ്. പത്തൊൻപതി, ഇനി ഞാൻ ഒരിക്കലും ഇതിനെ തനിച്ചാക്കിട്ട് എങ്ങോട്ട് പോവില്ല. ഞാൻ നിന്നെ ഒരിക്കലും കാറ്റത്ത് പറത്തില്ല. വീട് ആരെങ്കിലും നിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പറത്തിയാലോടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.